ഇഷ്ടപ്പെട്ടില്ല. ഗുഡ് മോർണിംഗ്. സുഖമാണോ? ഉറക്കം വരുന്നുണ്ട്. സൗണ്ട് ഒക്കെ പോയി ഇന്നലെ പൊടിക്കത്തിറങ്ങി കറങ്ങാൻ പോയതുകൊണ്ട് നല്ല സുഖമുണ്ട്. അതെ, പൊടിയൊക്കെ കയറി ശബ്ദമൊക്കെ അടഞ്ഞുപോയി. പിന്നെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ 21 days ചലഞ്ചില് 17ാമത്തെ ഡേ ആണിന്ന്. 17th ഡേ. അപ്പൊ ഇന്ന് എന്താ ആവശ്യം പറയാനുള്ളത്? ദിവസം കൂടുന്തോറും ഉറക്കം കൂടി വരിക. ശരിയാ, താമസിച്ച് വരുന്നു. രാവിലെ അണിച്ച് നടക്കാൻ നോക്കിക്കൊണ്ടിരുന്ന പിള്ളേരിപ്പോൾ 6:30 ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. വോട്ടിടൂ. ഇല്ല, നാളെ മുതൽ നമ്മൾ ചേഞ്ച് ചെയ്യും. പിന്നെ എന്താണ് ആയുഷ് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ? എനിക്കെന്നാ പറയാനുണ്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് സാധിച്ചിട്ട് ഈ ലോകത്തൊന്ന് പോകാവൂ. വലിയ ആഗ്രഹങ്ങളൊന്നും പറയുന്നില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. ഡിസ്നി വേൾഡിൽ പോകണമെന്നോ, അതല്ല സ്നോ കാണണമെന്നോ, ഈഫിൽ ടവർ കാണണമെന്നോ, ചെറിയ ആഗ്രഹങ്ങൾ. ഈഫിൽ ടവർ അല്ല, എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ ട്രാവലിംഗ് അല്ലേ സക്സസ് ആയവര്. മൈന എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങൾ വന്നിട്ട് പോലും സൂര്യൻ ഉണർന്നിട്ടില്ല. സൂര്യൻ ഇതുവരെ വന്നില്ല. സൂര്യനൊരു കൃത്യനിഷ്ഠതയോ ഇല്ല, ഉത്തരവാദിത്വവും ഇല്ല. സൂര്യൻ വളരെ ലേറ്റായി പോയി. സൂര്യൻ വന്നില്ല. ഇന്നലെ ഞങ്ങൾ ഓച്ചറ പോയി. എന്താ സംഭവിച്ചെന്ന് പറയൂ കുട്ടി. 12 വിളക്കിൻ്റെ എത്രാമത്തെ ദിവസമാണ്. അത് ഇന്നലെ ഞങ്ങൾ പോയി. ഓച്ചറ 12 വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്നലെ ഞങ്ങൾ പോയിട്ട് പകുതി കണ്ടിട്ട് ഇങ്ങ് പോകുന്നു. തിരക്ക് മൂലം ഞങ്ങൾക്ക് പകുതി വഴി വരെ എത്താൻ പറ്റുള്ളൂ. കണ്ട് അപ്പോഴത്തേക്കും ഒരു 8:30 ആയതുകൊണ്ട് 8:30യോ 7:30യോ അങ്ങാണ്ടായി. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരണ്ടേ. സോ ഞങ്ങൾ പകുതി വരെ കണ്ടു നിർത്തിയിട്ട് തിരിച്ചു പോയി. 6:30 നമ്മള് ഇറങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ കിട്ടിയപ്പോ 6:30 നമ്മളത് കഴിഞ്ഞു. 1 മണിക്കൂറോളം എടുത്ത് ഇങ്ങ് വരാൻ. അത്രയും കുട്ടി വെള്ളത്തുള്ളിയും പിടിച്ച് നടക്കുകയാണ്. പറയൂ, എവിടെ വരെയാ മഴത്തുള്ളി? അയ്യോ, പുഴു. വീഡിയോ ഫോക്കസ് ആവത്തില്ലല്ലോ. ഓച്ചറ പോയ കാര്യം. എന്നിട്ട് അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇടിച്ചിടിച്ച് പകുതി വഴി ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ സമയം ഏകദേശം കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ വരണം. ഓക്കെ, കുലസ്ത്രീ. സോ ഞങ്ങള് പെട്ടെന്ന് തിരിച്ചു. ഈ സമയം ഏകദേശം കഴിഞ്ഞു. ഉദ്ദേശിച്ചത് മൊത്തം കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ ചെന്നാ ഉറപ്പ്. ഞങ്ങള് മുളക് ബജ്ജി കഴിച്ചു, പാനിപ്പൂരി കഴിച്ചു, ബട്ടർ ഗുൽക്കണ്ട്. അത് പുതിയതായിട്ട്
ഒരു സാധനം. ഗുൽക്കണ്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ ബട്ടർ ഗുൽക്കണ്ട് എന്ന് പറഞ്ഞൊരു ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. അപ്പൊ പിന്നെ ഒരു ചേച്ചി ഇത് അകൃതിക്ക് ഇരുന്ന് ഇങ്ങനെ പഴം അരിയുന്ന കണ്ടോണ്ട് ഞാൻ നോക്കിയതാ. അപ്പം പുതിയൊരു സാധനം, ഓക്കെ ട്രൈ ചെയ്യാം. അത് ബട്ടറും ചെറുപഴം അരിഞ്ഞ് പിന്നെ എന്താണ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഗുൽക്കണ്ട്, പിന്നെന്തുവാ റോസ് സിറപ്പ്. അത് ഹലോ ടാറ്റാ, അതുപോലെ മര്യാദക്ക് പഠിക്കും. കാളക്കുട്ടി പോത്തോട്ട് അങ്ങനെ അത് തിന്ന് ബട്ടർ ഗുൽക്കണ്ട് തിന്ന്. പിന്നെ ബട്ടറും ഉണ്ട്. ഞാൻ ചിരിച്ചു കാണിക്കുന്നുണ്ട്. പോയപ്പോ തൊട്ടത് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല, എന്നെ നോട്ടിട്ട് രണ്ടുപേരും ഒരു കളറായതുകൊണ്ട് അതിനൊരു കൺഫ്യൂഷൻ. സെയിം ഡ്രസ്സില്ല, ഞങ്ങൾക്ക് യൂണിഫോം. അവനാണ് പോത്തതോ ഇവ? ഞങ്ങള് യൂണിഫോം. അതെ യൂണിഫോം. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. കഥ കേക്ക് ബാക്കി. പിന്നെന്താ പറയുന്നത്, പൈനാപ്പിൾ സോഡ, മുന്തിരി സോഡ. ഹലോ ആ മുക്കിന് പൈനാപ്പിൾ സോഡ ഇഷ്ടപ്പെട്ടു, മുന്തിരി സോഡ വലിയ കുഴപ്പമില്ല. പിന്നെന്തോ കഴിച്ചേ? മുളക് ബജ്ജി. പിന്നെ അത്രയും സമയം കിട്ടിയുള്ളൂ. കുറച്ചുകൂടി വേറെ. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ദരിദ്രരായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഓച്ചറ കാണാൻ പോയതാ, പൈസ ഒന്നും എടുക്കാതെ. നമുക്ക് പോയി കണ്ടിട്ട് ഇങ്ങനെ വരാം എന്നും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മള് ക്യാഷ് കയ്യിലെടുത്തോണ്ട് നടക്കാൻ മലവടക്കല്ലേ പൈസ എടുത്തോണ്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അവിടെ ഇല്ലാത്ത സാധനമില്ല. അപ്പൊ ആ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ജീപ്പേ കൊണ്ട് പോവരുത്, പൈസ എടുത്ത് കൈ പിടിച്ചോണ്ട് വേണം പോവാൻ. കൈ പിടിച്ചോണ്ട് പോകുമ്പോ സൂക്ഷിച്ചുകൊണ്ടും പോകണം. എന്തുവാ കയ്യിലൊരു കവറും കൂടെ എടുത്തോ. ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാക്കില്ല. ഞാൻ പാവല്ലേ അപ്പൊ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൈസ ഒന്നാമത്തെ കാര്യം. ഒരു 2000 രൂപ എടുത്താൽ രണ്ടുപേർക്ക് തരുമായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് നമ്മളെല്ലാവരും കണ്ടു തുടങ്ങി. എവിടെ പോന്നെ? അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ബൈ ബൈ പറയുകയാണ്. ബൈ.